Hello guys, welcome to our YouTube channel. Hi, hello. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് എത്ര സമയം 7:30 ഞങ്ങൾ സാറ്റർഡേ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹോം സ്റ്റേ വിത്ത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അല്ല, ഹസ്ബൻഡിൻ്റെയാണ്, റിസർച്ച് സ്റ്റുഡൻസ്. അപ്പോൾ പിള്ളേരെ എല്ലാവരെയും കൊണ്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു, ഒരു ഔട്ടിങ്. അപ്പോൾ ഇന്ന് പോയിട്ട് നാളെ പോരാൻ പാകത്തിന്, പിന്നെ ഹൗസ് ബോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് മുഴുവൻ ട്രെയിനിൽ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ പതുക്കെ കാറിന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെക്ക് ഇൻ ടൈം 12 o'clock ആണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എത്താൻ പാകത്തിന് പോകാമെന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനി നേരെ അവിടെ ചെന്നിട്ടേ നിർത്തുന്നുള്ളൂ വണ്ടി. അപ്പോൾ ടൈം നമ്മുടെ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്നൊരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. ഓക്കെ. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറേ കഴിഞ്ഞ് കുറേ ദൂരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യണമായിരുന്നു. ഇത്രയും നേരം ട്രാവൽ ചെയ്തല്ലോ, ഒറ്റ ഇരിപ്പല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചുമ്മാ കയറിയിട്ട് പോരാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. അതേ രണ്ടും കൂടി അപ്പവും ചിക്കനും ഓർഡർ ചെയ്ത് കഴിക്കണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു മസാല ദോശയും വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഷെയർ ഇട്ട് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല റെസ്റ്റോറൻറ്റും ആയിരുന്നു. പോണ വഴിക്ക് പെട്ടെന്ന് കണ്ട് കയറിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടല്ല, ഹോം സ്റ്റേ ഉള്ള ആ സ്ഥലത്തേക്ക് എത്തി. ഇതാണത് ഹോം സ്റ്റേ. അവരെ ഓണർ അതിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. മുകളിൽ റൂംസ് ഉണ്ട്, 2 റൂം. പിന്നെ സൈഡിൽ വേറെ ബിൽഡിംഗ് പോലെ അവർ പണിതിട്ടുണ്ട്, അവിടെ 2-3 റൂമുണ്ട്. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ തന്നെ കുറച്ച് പുറത്തായിട്ട് വേറെ റൂംസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും പക്ക ഒരു വീട്ടിൽ പോയി താമസിക്കുന്ന പോലെ തന്നെ. നല്ല ഫുഡൊക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വീട്ടുകാർ, നന്നായിട്ട് അവരുടെ ഹോസ്പിറ്റാലിറ്റിയും സർവീസും എല്ലാം നല്ല രസമായിരുന്നു. നല്ല റൂംസ് ആയിരുന്നു. കുറച്ച് റിസോർട്ട് പോലെ അത്ര വലുതല്ല, പക്ഷേ വീടിനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല സർവീസായിരുന്നു, ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾക്ക് മുകളിലാണ് കിട്ടി. ഓണേഴ്സ് താമസിക്കുന്നതിൻ്റെ മുകളിലത്തെ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയുണ്ട് കേട്ടോ. ഇതൊക്കെ ധാരാളം. നമ്മൾ ഹോം സ്റ്റേയിൽ ഇത്രയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുള്ളൂ. അതിലും ബെറ്റർ ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റൂമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ പിള്ളേരെല്ലാവരും എത്തിയായിരുന്നു. അവർ രാവിലെ തന്നെ എത്തിയായിരുന്നു. എന്നിട്ട് അർത്തുങ്കൽ പള്ളിയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് അവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളും കൂടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രഷായി വന്നു, ലഞ്ച് കഴിക്കാൻ വന്നു. നല്ല അടിപൊളി ലഞ്ച് എല്ലാം ഉണ്ടായിരുന്നു. ഫിഷ് കറി, പിന്നെ മത്തി ഫ്രൈ, പിന്നെ വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റുന്ന കറികൾ, അങ്ങനെ സാമ്പാർ, അവിയൽ, മോരുകറി, പിന്നെ സോയാ ചങ്ക്സിൻ്റെ ഒരു ഫ്രൈ, അത് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമും എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കാരണം തൊട്ടടുത്താണ് ബീച്ചിൽ പോകാൻ വെയിലത്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കുകയും ചെയ്യണം അവിടെ ഇരുന്ന്. അപ്പോൾ ആ ഒരു വെയിലാറി ഒരു 5 o'clock ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു ക്ഷീണമൊക്കെ മാറ്റി, ലഞ്ച് കഴിഞ്ഞു, എല്ലാവരും ക്ഷീണമൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് ബീച്ചിൽ ഇവിടെ തൊട്ടടുത്ത് ഒരു 600 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ബീച്ചിലെത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം ചായ കുടിച്ചു. എല്ലാവർക്കും വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ വേണമായിരുന്നു. അങ്ങനെ അതേ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കയറി അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അപ്പോൾ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പഴംപൊരി കൊണ്ടു തന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടു തന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ബീച്ചിലേക്ക് പോയി. പിന്നെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ.
ഇടയ്ക്ക് അവർ കുറേ റീൽസൊക്കെ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയി വൈകുന്നേരം തുടങ്ങി അവസാനം രാത്രിയായി. പിന്നെ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റൊക്കെ വെച്ചായിരുന്നു റിഹേഴ്സൽ ചെയ്തതൊക്കെ. പിന്നെ നേരെ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഒന്ന് ഫ്രഷായി. പിന്നെ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നർ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആയിരുന്നു. പിന്നെ വെജിറ്റേറിയൻകാർക്ക് വേറെ ചില്ലി ഗോപിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. നേരെ ഹൗസ് ബോട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും പേർക്ക് ഒരു ഹൗസ് ബോട്ട്. ഈവനിങ് ഒരു 4 o'clock വരെ, 11 o'clock തൊട്ട് 4 o'clock വരെയുള്ള ടൈമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ട്രാവലറിലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ആ സമയത്തേക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് ട്രാവലറും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളാണ് ആദ്യം എത്തിയത്, സ്റ്റുഡൻസ് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഹൗസ് ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് അവിടെ ഊരിയിടെ. Thank you.
അങ്ങനെ നല്ലൊരു സൂപ്പർ ലഞ്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. കരിമീൻ ഫ്രൈ, ചിക്കൻ കറി, മെഴുക്കുവരട്ടി, ക്യാബേജ് തോരൻ, സാമ്പാർ, മോര് കറി, പപ്പടം, പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ലഞ്ചായിരുന്നു. കുറച്ച് എരിവ് കൂടുതലായിരുന്നു എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കോർണറ്റോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി മറ്റേ ഹൗസ് ബോട്ട് അങ്ങ് മൂവ് ചെയ്ത് ഒരു സൈഡിൽ കടയുള്ള സ്ഥലത്തുനിന്ന് ഞങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് ഇത് ഓടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ഹൗസ് ബോട്ട് യാത്രയും ഞങ്ങളുടെ കഴിഞ്ഞു. 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അതിൽ നിന്ന് ഇവർക്ക് എല്ലാവർക്കും സ്റ്റേഷനിലേക്ക് എത്തണം. അവിടുന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടണം. അപ്പോൾ അതിന് ഇവിടുന്ന് ഓട്ടോ ആണ് അറേഞ്ച് ചെയ്തത്. അത് ഈ ഹൗസ് ബോട്ടിലുള്ള ചേട്ടന്മാരാട്ടോ അറേഞ്ച് ചെയ്ത് തന്നത്. എല്ലാവർക്കും പോകാനായിട്ട് ഒരു 3-4 ഓട്ടോ ആയിട്ട് അറേഞ്ച് ചെയ്തു. നമ്മൾ ബസ്സിന് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് എങ്ങാനും ട്രാഫിക് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഇവർക്ക് ട്രെയിൻ സമയത്തിന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് ഇവരെല്ലാവരും പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ കൂടെ പോകുന്നത്. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും ഇവരുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനും കാണണം. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ദെൻ ടാറ്റാ ബൈ.